ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി മക്കറോണിയാണ്. രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ ഡിന്നറിനും ഒക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു സൂപ്പർ സ്റ്റൈൽ മക്കറോണി. അത് പെനെ പസ്ത ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വിത്ത് ചിക്കൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ മക്കറോണി ഒന്ന് ബോയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരല്പം ഓയിൽ കൂടി നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് മക്രോണി ബോയിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് മക്രോണി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250-300 ഗ്രാം ബ്രസ്റ്റ് ചിക്കനാണ് വേണ്ടത്, എന്നുവെച്ചാൽ ബോൺലെസ് ചിക്കന്. അത് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരല്പം ബ്ലാക്ക് പെപ്പർ, ഒരല്പം ചെറുനാരങ്ങൻ്റെ നീര്, ചെറുങ്ങനെ ഒരു പുളിപ്പിന് വേണ്ടി അത്രയും സാധനങ്ങൾ ഇട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെക്കുക. ഈ ചിക്കൻ നമ്മൾക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ഒരല്പം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ആ ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മക്രോണി, അത് പെനെ പസ്ത എന്ന മക്രോണിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ പെനെ പസ്ത ബോയിലായി വന്നിട്ടുണ്ട്. അത് നമ്മളൊരു സ്റ്റൈനറിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് പിച്ചി ചെറുതാക്കി ഒന്ന് എടുക്കുക. പിന്നെ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ ഒരു അര ഉള്ളി, അര തക്കാളി, ഒരല്പം വേപ്പിൻ്റെ ഇല, കുറച്ച് മല്ലിച്ചപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമ്മൾ ആ പൊരിച്ച ഓയിലുണ്ടല്ലോ, നമ്മളിപ്പോൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്ത ആ ഓയിൽ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ച് നമ്മൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് രണ്ടും നമ്മൾ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വതക്കി അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് വതക്കിയെടുക്കുക, ഇഞ്ചി വെളുത്തുള്ളിയുടെ. അതിനുശേഷം നമ്മളതിലേക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഓണിയനാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു ഉള്ളി മതി, അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരു അര ഉള്ളി, അത്രേ നമുക്കിതിലേക്ക് വേണ്ടുള്ളൂ. അത് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കുക. ഉള്ളിയുടെയും പച്ചമണം പോകുന്നവരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വതക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇടുന്നത് തക്കാളിയാണ്. തക്കാളിയൊക്കെ ഇട്ട് അതിന് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് വതക്കിയെടുക്കാം. ചെറിയ തീയിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തീ ഓവർ ആവരുത്, അടി പിടിക്കാൻ പാടില്ല. അടി പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഈ മസാലയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും ചിക്കനും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് 1 കപ്പ് കുക്കിംഗ് ക്രീമാണ്. കുക്കിംഗ് ക്രീമാണ് ഏറ്റവും നല്ലത്. വിപ്പിംഗ് ക്രീമിനെക്കാട്ടും നല്ലത് കുക്കിംഗ് ക്രീമാണ്. അപ്പോൾ കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, എന്നുവെച്ചാൽ പെനെ പസ്ത. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പസ്ത ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്ട്രെയിനറിലേക്ക് ഊറ്റിയതിന് ശേഷം നമ്മൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ച് എടുക്കണം. എല്ലാം എന്നുണ്ടെങ്കിൽ മക്രോണി ഒട്ടിപ്പോകുന്നതാണ്. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മുടെ കറിവേപ്പില, അല്പം മല്ലിച്ചപ്പ് എന്നീ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതൊരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ ഇറ്റാലിയൻ റെസിപ്പിയിൽ ഒരിക്കലും നമ്മൾ മല്ലിച്ചപ്പോ അല്ലെങ്കിൽ കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നതല്ല. നമ്മൾ സാധാരണ നമ്മൾ ഇന്ത്യക്കാരിലെ മലയാളികളായതിനെ കൊണ്ട് നമ്മളുടെ ടേസ്റ്റിൽ ആണ് ഉപയോഗിക്കുന്നത്. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ.